Hello everyone, welcome back to another video. ഇത് ക്രിസ്മസ് ഡേ മോർണിംഗിലെടുത്ത വ്യൂ ആണ് കേട്ടോ. ക്രൊയേഷ്യയിലെ എൻ്റെ 4ാമത്തെ ക്രിസ്മസ് ആണിന്ന്. ആദ്യമായിട്ടാണ് ഞാൻ ക്രിസ്മസ് ഡേയിൽ മഞ്ഞ് വീഴുന്നത് കാണുന്നത്. അതുപോലെ ഈ ഒരു പാവയെ ഹൈഡിയെ സ്പാറിൽ വെച്ചിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ തൃശ്ശൂരുള്ളൊരു ചേട്ടനാണ് മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നത്. പുള്ളി ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആൾക്ക് വരുന്ന ടൈമിൽ ഒത്തിരി ഹെൽപ്പായിരുന്നു എന്നാണ് പറഞ്ഞത്. അറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇനി നിങ്ങൾ കാണുന്നത് ക്രിസ്മസിന് കുറച്ച് ദിവസം മുമ്പുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഹൈഡിക്ക് വാക്സിനേഷൻ്റെ ഡേ ആണ്. അപ്പോൾ ഇന്ന് അവൾ ആദ്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് ഒരൊറ്റ ഡോസും കൂടിയേ ഉള്ളൂ. ഇനി ഒരു വയസ്സ് വരെ വേറെ വാക്സിനേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ 2 തവണയും നമ്മൾ പ്രൈവറ്റിലാണ് എടുത്തത്. അപ്പോൾ റോട്ടാ വൈറസിൻ്റെ വാക്സിനേഷനും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. കാര്യം ഇനി കുട്ടികൾ കിൻഡർ ഗാർഡനിലൊക്കെ പോകുമ്പോൾ എപ്പോഴും അസുഖങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ലാസ്റ്റ് ഡോസ് ഓഫ് വാക്സിൻ എടുക്കുന്നത് അവളുടെ പീഡിയാട്രീഷ്യൻ തന്നെയാണ്. മാത്രമല്ല ഒരൊറ്റ ഡോസ് മാത്രമേ ഇനി ഉള്ളൂ താനും. അപ്പോൾ ശശ്വതേ ദോംസ്രാവ്ലിയിലാണ് അവളുടെ പീഡിയാട്രീഷ്യൻ കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്തായാലും വാക്സിൻ എടുത്തിട്ട് അവൾ വലുതായിട്ട് കരഞ്ഞതൊന്നുമില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം വാക്സിൻ എടുത്തപ്പം ആൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആൾ എടുത്ത ഉടനെ തന്നെ അവൾ കൂളായി. ബട്ട് ദിസ് ടൈം ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഉള്ള DM-ൽ കയറിയതാണ്. DM-ൽ ഞങ്ങളൊരു പെർഫ്യൂം വാങ്ങാൻ വേണ്ടി കയറിയതാണ്. ബുഗാട്ടി ബ്രാൻഡിൻ്റെ ആണ് ഞാൻ നോക്കുന്നത്. ഈവനിങ്ങോടുകൂടി ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഡിസൈനർ ഔട്ട്ലെറ്റ് ആണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പർച്ചേസിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. ക്രൊയേഷ്യൻസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടെന്ന് തന്നെ, ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടെന്ന് തന്നെ പറയാം. ഒരു കോഫി ഷോപ്പിൽ പോവുക, ഒരു കോഫിയും ഒരു സിഗരറ്റും ആയിട്ട് 2, 3, 4 മണിക്കൂറൊക്കെ ഇരിക്കുക എന്നുള്ളത്. അത്രയും നേരം ഇരുന്നില്ലെങ്കിലും ഞങ്ങൾക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കോഫി ഷോപ്പിൽ പോയി ഇരിക്കാൻ, അവിടുത്തെ ആംബിയൻസും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ലഗേരിയോടെ കഫേയിലാണ് കയറിയത്. അവിടുന്ന് ഞാൻ ആദ്യമായിട്ട് ദുബായി ചോക്ലേറ്റ് പിസ്താഷ്യോ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിസ്തയ്ക്ക് നല്ലൊരു റോസ്റ്റഡ് ടേസ്റ്റും അതുപോലെ തന്നെ അധികം മധുരമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര മധുരമായിരിക്കുമെന്ന്, പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. ആൻഡ് ഞാൻ കുടിച്ചത് ഒരു കാപ്പിച്ചീനോ വിത്ത് ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ടോട്ടലി ഒന്ന് ഫ്രഷ് ആയതുപോലെ. കാരണം ഞാൻ ഓൾറെഡി പാരൻ്റൽ ലീവിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നേരത്തെ നേരെ വരട്ടും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഈവനിങ് ടൈമിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പെട്ടെന്ന് ടൈമും പോകും, പിന്നെ ഉറങ്ങാനുള്ള ടൈമും ആകും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം അടുത്ത വിശേഷങ്ങളുമായിട്ട്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.